റമദ പള്ളിക്കാരവനെ കൊല്ലാൻ പാടില്ല. കാരണം അവൻ വളർത്തിയ മണ്ണില നീയൊക്കെ ജീവിക്കണം. എന്തൊരു നിരാശപ്പെടുത്തുന്ന കാഴ്ചയാണല്ലേ ഇന്നലെ രാത്രിയിൽ ഫുട്ബോൾ ലോകത്ത് നാം കണ്ടത്. ലോകകപ്പിന്റെ വേദിയിലേക്ക് ഓരോ താരങ്ങളും അവരുടെ വരവറിയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കിലിയൻ എംബാപ്പയും എർലിംഗ് ഹാലൻഡുമെല്ലാം ആദ്യ മത്സരത്തിൽ തന്നെ 2 ഗോളുകൾ നേടിക്കൊണ്ട് അവരുടെ വരവറിയിച്ചതാണ്. സാക്ഷാൽ ലയണൽ മെസ്സി വരവറിയിച്ചതാണെങ്കിലോ ഹാട്രിക് നേടിക്കൊണ്ടായിരുന്നു. പിന്നീട് ഫുട്ബോൾ ലോകം ഒന്നടക്കം കാത്തിരുന്നത് അയാളുടെ വരവിന് വേണ്ടി മാത്രമായിരുന്നു. അത് ക്രിസ്ത്യാനോ റൊണാൾഡോ. പോർച്ചുഗലിന് വേണ്ടി 6ാം വേൾഡ് കപ്പിന് വേണ്ടി ബൂട്ട് കെട്ടുന്ന അയാളുടെ വരവിന് വേണ്ടി ലോക ഫുട്ബോൾ ആരാധകർ ഒരുപോലെ കാത്തിരിക്കുക തന്നെയായിരുന്നു. വേൾഡ് കപ്പ് ആരംഭിച്ചതു മുതൽ ഓരോ രാവും രാത്രിയും ആവേശത്താലാണ് ഫുട്ബോൾ ലോകം കടന്നു പോയിരുന്നത്. പോർച്ചുഗലും കോങ്കോയും ഏറ്റുമുട്ടുന്ന പോർച്ചുഗലിന്റെ ആദ്യ മത്സരം അരങ്ങേറുന്നത് ഇന്നലെയായിരുന്നു. സാക്ഷാൽ ലയണൽ മെസ്സി ഹാട്രിക് നേടിയത് കൊണ്ട് തന്നെ ക്രിസ്ത്യാനോയിൽ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനോയുടെ ഭാഗത്തു നിന്നും മികച്ചൊരു പ്രകടനം തന്നെ ഫുട്ബോൾ ലോകം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ മത്സരം അവസാനിച്ചപ്പോൾ ഓരോ ഫുട്ബോൾ ആരാധകരെയും നിരാശപ്പെടുത്തുന്ന റിസൾട്ടാണ് നമുക്ക് ലഭിച്ചത്. മത്സരത്തിന്റെ 6ാം മിനിറ്റിൽ തന്നെ ജാവോ നെവസ് മികച്ചൊരു ഹെഡറിലൂടെ ലക്ഷ്യം കാണുന്നുണ്ട്. എന്നാൽ മത്സരത്തിന്റെ ആദ്യ പകുതി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഗോൾ നേടിക്കൊണ്ട് മത്സരത്തെ സമനിലയിലേക്ക് എത്തിക്കുന്നു. പിന്നീട് മത്സരത്തിൽ മികച്ച പ്രകടനം ഇരു ടീമുകളും കാഴ്ചവെച്ചെങ്കിലും പിന്നീട് ഗോളുകളൊന്നും പിറക്കുന്നില്ല. മത്സരത്തിന്റെ 90 മിനിറ്റുകൾ അവസാനിക്കുമ്പോൾ 1-1 എന്ന സ്കോറിൽ മത്സരം നിരാശപ്പെടുത്തിക്കൊണ്ട് സമനിലയിൽ അവസാനിക്കുന്നു. മത്സരത്തിൽ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തിയത് ക്രിസ്ത്യാനോയുടെ പ്രകടനം തന്നെയായിരുന്നു. മത്സരത്തിൽ മികച്ച രീതിയിൽ തിളങ്ങാൻ അയാൾക്ക് സാധിച്ചിരുന്നില്ല. ആദ്യ മത്സരത്തിൽ ഒരു ഗോൾ പോലും നേടാൻ അയാൾക്ക് സാധിച്ചില്ല എന്നത് തന്നെയാണ് സത്യം. ഇന്നലെ പോർച്ചുഗൽ കളിക്കളത്തിലെ ഇറങ്ങിയത് വെറും 10 താരങ്ങൾ വെച്ചാണോ എന്നും തോന്നിപ്പോകും. അത് അങ്ങനെയായിരുന്നു അവർ കളിച്ചിരുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന അവരുടെ നായകനെ അവർ പരിഗണിക്കുന്നു പോലുമില്ലായിരുന്നു. അങ്ങനെയൊരു താരം അവർക്ക് വേണ്ടി കളിക്കളത്തിൽ ജീവൻ കൊടുത്ത് പോരാടാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് എന്ന് പോർച്ചുഗലിലെ മറ്റു താരങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല. അല്ലെങ്കിൽ പോർച്ചുഗലിലെ മറ്റു താരങ്ങൾ അത് കാര്യമാക്കിയെടുത്തില്ല. അതിനുള്ള ഫലം തന്നെയായിരിക്കണം അവർക്ക് ലഭിച്ചിരുന്നത്. അത് ഇന്നലത്തെ മത്സരത്തിൽ ഒരുപാട് അവസരങ്ങൾ ലഭിച്ചെങ്കിലും അതൊന്നും പോർച്ചുഗലിന് ലക്ഷ്യം കാണിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മത്സരത്തിൽ സെൻട്രൽ ഫോർവേഡായി സ്ട്രൈക്കറായി കളിച്ചിരുന്ന ക്രിസ്ത്യാനോയെ പല താരങ്ങളും മൈൻഡ് പോലും ചെയ്യാത്തതാണ് നാം കാണുന്നത്. പല പാസുകളും ക്രിസ്ത്യാനോക്ക് നൽകാതെ കൊണ്ടുപോകുന്നതും നാം കാണുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ വിമർശകർക്ക് ഇന്ന് പെരുന്നാളാണ്. അയാളെ അവർ വിമർശിച്ചു കൊണ്ടേയിരിക്കുന്നതാണ് ഇന്ന് മുഴുവൻ നാം കണ്ടുകൊണ്ടേയിരിക്കുന്നതും. ലോകകപ്പ് പോലും കാത്തിരിക്കുകയാണ് അയാളുടെ ചുംബനത്തിന് വേണ്ടി. എന്നാൽ സ്വന്തം സഹതാരങ്ങൾ പോലും അയാളെ ഇങ്ങനെ അവഗണിക്കുന്നത് കാണുമ്പോൾ മനസ്സിൽ സങ്കടം തോന്നുകയാണ്. ക്രിസ്ത്യാനോക്ക് മുമ്പ് എന്തായിരുന്നു പോർച്ചുഗൽ? ക്രിസ്ത്യാനോ ബൂട്ട് കെട്ടിയതിനു ശേഷം എന്താണ് ഇപ്പോൾ പോർച്ചുഗലിൽ എത്തി നിൽക്കുന്നത്? അത് മാത്രം നോക്കിയാൽ മതി പോർച്ചുഗലിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ എത്രത്തോളമാണെന്ന് ലോക ഫുട്ബോളിന് മനസ്സിലാക്കാൻ. അയാൾ ബൂട്ട് കെട്ടിയതിനു ശേഷം 6 വേൾഡ് കപ്പിലും പോർച്ചുഗൽ യോഗ്യത നേടി. സ്വപ്നം കാണാൻ പോലും അധികാരമില്ലാത്ത ഒരു ജനതയ്ക്ക് സ്വപ്നങ്ങൾ നേടിക്കൊടുത്ത ഒരു രാജാവാണ് അയാൾ. ഒരു കിരീടത്തിന്റെ പോലും മനോഹരമായ കഥ പറയാനില്ലാത്ത രാജ്യമായിരുന്നു പോർച്ചുഗൽ. എന്നാൽ അതേ പോർച്ചുഗലിന് വേണ്ടി 2016 യൂറോ കപ്പ് നേടുകയും 2019-25 സീസണുകളിൽ നാഷണൽ ലീഗ് നേടുകയും ചെയ്തത് അയാളുടെ കീഴിൽ തന്നെയാണ്. ലോക ഫുട്ബോളിൽ ഒരുപാട് വമ്പൻ രാജ്യങ്ങളുണ്ട്. ബ്രസീലും അർജന്റീനയും ഇംഗ്ലണ്ടും നെതർലാൻഡ്സും എന്നിങ്ങനെ പോകുന്ന വമ്പൻ നിര തന്നെ. എന്നാൽ അതിലൊന്നും അധികം കേൾക്കാത്ത ഒരു രാജ്യമായിരുന്നു യൂറോപ്പിലെ രാജ്യമായ പോർച്ചുഗൽ. ആ പോർച്ചുഗലിന് വേണ്ടി ബൂട്ടുകെട്ടി ആ പോർച്ചുഗലിനെ തന്റെ തോളിലേറ്റിക്കൊണ്ട് ഇന്ന് ഫുട്ബോളിന്റെ നെറുകയിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാ ക്രെഡിറ്റും അയാൾക്ക് മാത്രമാണ്. കാരണം അയാൾ ഒറ്റക്ക് കൊണ്ടുവന്നതാണ് പോർച്ചുഗലിനെ ഇതുവരെ. പോർച്ചുഗലിന് ഇന്ന് ഫുട്ബോൾ ലോകത്ത് ഇത്രയേറെ ആരാധകരുണ്ടെങ്കിൽ അതിനും കാരണക്കാരൻ അയാൾ മാത്രമാണ്. അതെ, പണ്ടൊരു വേൾഡ് കപ്പ് പോലും സ്വപ്നം കാണാത്ത പോർച്ചുഗൽ ഇന്ന് വേൾഡ് കപ്പ് സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് അയാളിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ്. വേൾഡ് കപ്പിലെ ആ ഒരു മത്സരം മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ. ഇനിയും ഒരുപാട് മത്സരങ്ങൾ മുൻപിലുണ്ട്. അതെ, പോർച്ചുഗലിന് തിരിച്ചു വരുവാൻ ഒരുപാട് സമയമുണ്ടെന്നത് തന്നെയാണ് സത്യം. പക്ഷെ ഇനി അങ്ങനെ ഒരു തിരിച്ചുവരവിന് കാരണമാകണമെങ്കിൽ അതിനും അയാൾ തന്നെ ഇറങ്ങണമെന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം പലതവണ പല ടീമുകളെയും ഉയർത്തെഴുന്നേൽപ്പിച്ചവനാണ് അയാൾക്ക് കഴിയും. കാരണം അയാളെ കൊണ്ടല്ലാതെ മറ്റാർക്കും അതിന് കഴിയില്ല എന്ന് പോർച്ചുഗൽ ആരാധകർക്കും ഫുട്ബോൾ ആരാധകർക്കും ഒരുപോലെ അറിയാം. എല്ലാം തന്റെ കാൽ കീഴിലാക്കിയ ആ രാജാവ് അതും അറിയിക്കുന്നു എന്നത് സത്യം തന്നെയാണ്. അയാൾ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. അയാൾക്കത് ലഭിക്കണമെന്ന് ഫുട്ബോൾ ആരാധകൻ എന്ന നിലയിൽ ഞാനും ആഗ്രഹിക്കുകയാണ്. എന്നിരുന്നാലും നമുക്ക് കണ്ടറിയാം ഇനി വരുന്ന മത്സരങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന്.